ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് പാർട്ടിയുടെ സമരം പൊടിപൊടിക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിനെതിരെ വലിയൊരു വിഭാഗം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്, സമരത്തിനെതിരെ. കാരണം ഈ സമരത്തിനകത്ത് ദേശദ്രോഹികളും വിഘടനവാദികളും മതവർഗീയവാദികളും കടന്നുകൂടി എന്നൊരു ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ആ ആക്ഷേപം ഏതാണ്ട് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ സംഭവങ്ങൾ. പൊതുവേ ഇവരുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഈ സമരത്തെ അനുകൂലിക്കുന്നവർ പലതും പറയുമ്പോഴും അവിടെ വ്യാപകമായി ആക്രമണം നടക്കുന്നുണ്ട്. പോലീസ് വാഹനങ്ങൾ ഇവർ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് പലയിടത്തും. അതെ, ഒരുപാട് പോലീസ് വാഹനം തല്ലി തകർത്തിട്ടുണ്ട്. ഈ ഒരിക്കലും കോക്രോച്ച് പാർട്ടിയെ പോലെയുള്ള പുതിയ തലമുറ ചെറുപ്പക്കാർ ചെയ്യാൻ സാധ്യതയില്ല. വിശാഖം പറഞ്ഞതുപോലെ ഇതിനിടെ നുഴഞ്ഞു കയറിയ വേറെ ചില ഈ തീവ്രവാദ ബന്ധമുള്ള ആരൊക്കെ ഉണ്ട്, ദേശവിരുദ്ധ ശക്തികളുണ്ട്. അവർ തന്നെയായിരിക്കാം ഈ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കാരണം ഇതിനകത്ത് പലരെയും ലക്ഷ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി അല്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നതിന് നമ്മളാരും എതിരല്ല, അത് ഓക്കെയാണ്, ജനാധിപത്യത്തിൽ അതൊക്കെ ആകാം. പക്ഷേ പലർക്കും മോദി രാജിവെക്കണം, പലർക്കും BJPയെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഒഴിവാക്കണം. ഇതൊക്കെയാണ് മിക്ക ആൾക്കാരുടെ ആവശ്യം. അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുകയും ആ രീതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇതിന് ഇടയിൽ വന്ന് കയറിയിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ട്, ചില വ്യക്തികളുമുണ്ട്. അപ്പോൾ ഇവരൊന്നും ഒരിക്കലും യാദൃച്ഛികമായിട്ട് വന്ന് കയറിയവരല്ല. ഇവരൊന്നും ഒരിക്കലും ഈ സമരം വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് വന്ന് കയറിയവരല്ല. ഇവർ ഈ സമരം അട്ടിമറിക്കാനും ഈ സർക്കാരിനെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കുന്നതിനും വേണ്ടി വന്ന് കയറിയിട്ടുണ്ട്. കാരണം നീറ്റ് പരീക്ഷ ആൾറെഡി നടത്തി കഴിഞ്ഞു. അതെ, ആ ആവശ്യം കൊണ്ട് മുന്നോട്ട് വന്നവർ ഇപ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഈ അക്രമാസക്തമായ രീതിയിൽ ഡൽഹിയിൽ സമരം നടത്തുന്നതിൻ്റെ പിന്നിൽ നമ്മൾ സംശയിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല, നമ്മളെ ഒരുപാട് മലയാളികളൂടെ പോയിട്ടുണ്ട്. മലയാളി സാംസ്കാരിക നായകരും അല്ലാത്ത ആളുകളൊക്കെ വിദ്യാർത്ഥികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടന്ന, കേരളത്തിൽ നടന്ന എത്ര സംഭവങ്ങൾ ഇവർ പ്രതികരിച്ചിട്ടുണ്ട്. ഈ PSC ഓഫീസിൽ നടന്ന ഈ വലിയ തോതിൽ കാട്ടുകൊള്ള ഈ ക്രമക്കേടിനെതിരെ ഈ ഡൽഹിയിൽ പോയ ഏതെങ്കിലും ഈ സാംസ്കാരിക നായികമാരോ പ്രതികരിച്ചിട്ടുണ്ട്? അതൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു മലയാളി യുവാവ്, അയാളുടെ ഒരു പ്രതികരണം വളരെ ഞെട്ടിക്കും. വയനാട്ടുകാരൻ അതിപ്പോൾ ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിനും കോക്രോച്ച് പാർട്ടി അനുകൂലിക്കുന്ന ഇത് ഒറ്റപ്പെട്ട പ്രതികരണമല്ലേന്ന്. പക്ഷേ ഒറ്റപ്പെട്ട പ്രതികരണമാണെങ്കിലും ഇത് ഒറ്റപ്പെട്ട ആൾ, അവിടെ 10,000 വന്നിരിക്കുന്നതിൽ ഒരാൾ ഇങ്ങനെയാണ്. ഇതേപോലത്തെ 100 കണക്കിന് ആൾക്കാർ അതിനകത്ത് വേറെ കാണും. അതാണ് നമുക്ക് ഒരു അരി വെന്തോ നോക്കാൻ ഒരു അരി എടുത്ത് നോക്കിയാലും ഒരു തോരത്ത് നോക്കിയാലും മതി. ഇവരൊക്കെ ഒറ്റയ്ക്കായിരിക്കും വന്നത്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും വന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതോ ഇവർ പ്രത്യേക അജണ്ടയുമായിട്ട് വന്ന് പല മൂലയിൽ വലിഞ്ഞു കയറിയവരാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇന്നലെ എറണാകുളത്ത് സിനിമാക്കാരുടെ ഒരു കൂട്ടായ്മയൊക്കെ നടന്നല്ലോ. അതെ, അതിൽ പങ്കെടുത്ത ആളുടെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇവ നമുക്ക് നോക്കിക്കേ, ലോകാവസാനത്തിന്റെ അടയാളം എന്ന് ഖുറാനിൽ പറയുന്നത് പോലെയാണ് CJPയെ കാണുന്നത് എന്നാണ് ഈ വയനാട്ടുകാരനാണെന്ന് പറയുന്ന അലി അംജദ് ഖാൻ എന്ന് പറയുന്ന യുവാവ് പറയുന്നത്. ഇയാൾക്ക് എന്താണ് പണി? ഇയാൾ വിദ്യാർത്ഥിയാണോ? ഒന്നും അറിയില്ല. അപ്പം ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ല, നരേന്ദ്രമോദിയും രാജിവെക്കണം. ഇസ്ലാം വിശ്വാസി എന്ന നിലയിൽ ഈ CJP സമരത്തെ ലോകാവസാനത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത് എന്നാണ്. ലോകാവസാനത്തിന്റെ ലക്ഷണം, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ചെറിയ പ്രതിഷേധം, അതിനെ ലോകാവസാനത്തിന്റെ ലക്ഷണമായിട്ട് കാണുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും തലയ്ക്ക് വല്ല ഉള്ളവരാണോ എന്ന് നമുക്ക് തോന്നും. അതായത് ഇയാൾ വയനാട് സ്വദേശി എന്ന് പറയുന്നത് വയനാട് സ്വദേശിയാണോ എന്നറിയില്ല. എന്തായാലും ഇയാളുടെ ഈ ഒരു പ്രസ്താവനയോടുകൂടി ഈ എന്താ പറയുന്നത്, ഈ സമരത്തിൻ്റെ മുഖഛായ മാറുകയാണ്. ഈ സമരത്തിനകത്തേക്ക് സമരത്തിനെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവുകൾ ഉണ്ടാവുകയാണ്. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് താൻ മെസ്സയ്യയോ മഹദിയോ ആണെന്ന് തോന്നാറുണ്ട് എന്ന് വിചിത്രവാദം ഈ യുവാവ് ഉന്നയിക്കുന്നുണ്ട്. സ്വയം അദ്ദേഹം അതെ, ഞാനാണ് മഹദി എന്ന് പറയുന്നത്. ഇമാം മഹദി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു, അടുത്തതായിട്ട് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന പോലെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ചങ്ങാതി വന്ന് ഇന്റർവ്യൂ തന്നിട്ട് ആ ചങ്ങാതിയെ അവസാനം യഥാർത്ഥ മുസ്ലിങ്ങളെല്ലാം കൂടെ വന്ന ചങ്ങാതിയെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ മണ്ടത്തരമാണ്, വെട്ടിത്തരമാണ് എന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഇസ്ലാം മതത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഇസ്ലാമിനകത്തെ ഈ മതസംബന്ധമായ വാക്കുകളെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഇയാൾ പറയുന്നത് താൻ മെസ്സയ്യയോ മഹദിയോ ആണെന്നാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ നടന്ന പല ബഹുജന പ്രക്ഷോഭങ്ങളിലുമൊക്കെ തന്നെ ഈ ഇത്തരം സംഘടനക്കാർ നുഴഞ്ഞേറിയിട്ടുള്ളവർ പിന്നെ കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ടല്ലോ പോലീസിന്. അതുണ്ടായിട്ടുണ്ട്. അക്രമം നടക്കുമ്പോൾ നമുക്ക് ഒന്ന് ഉറപ്പായിക്കൊള്ളണം ഇവരതിലുണ്ടെന്നുള്ളതാണ്.
അതായത് രാജ്യത്തിനും നമ്മുടെ നാടിനുമെതിരെ എന്ത് സമരം നടക്കുന്നു അതിനല്ല ഇവർ പിന്തുണ നൽകുന്നത്. സാധാരണക്കാരായ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ സമരം ചെയ്യുമ്പം അവർ അക്രമത്തെ അവരൊന്നും ഭയപ്പെടും. കാരണം കേസ് വരും, ഇന്ന് കോടതി പോകണം, പോലീസ് വരും, പ്രസംഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാതൊരു ഭയവും ഇല്ലാത്ത ആളുകളാണ്. കൊലപാതകം നടത്താൻ പോലും മടിക്കാത്ത രീതിയിൽ ട്രെയിനിങ് വരെ കൊടുത്ത് വിട്ടേക്കുന്ന ആൾ പോലും ഈ കൂട്ടത്തിൽ കാണുമായിരിക്കും. ഇവർ ഈ കൂട്ടത്തിൽ കയറിയുന്നതുകൊണ്ട് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിനാര് സമാധാനം പറയുന്നുള്ള ചോദ്യമുണ്ട്. അതിപ്പോൾ ഇവർ ഈ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന പോലീസ് ആക്ഷനിടയിൽ ഗുണ്ടകൾ മുഖം മറച്ചു വരുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് ഗുണ്ടകളാണോ പോലീസുകാരാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അതേപോലെ തന്നെ ഈ സമരത്തിനുള്ളിലേക്ക് ഇങ്ങനത്തെ ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവർ കയറി ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചാൽ ഈ സമരം നടത്തുന്നവർക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയും. അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ചില മാധ്യമങ്ങളുടെ നിലപാടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഈ സമരത്തിൻ്റെ വേറെ രീതിയിൽ അവർ നോക്കിക്കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു രാജ്യവിരുദ്ധ ഒരു ഔട്ട്ലുക്കോടുകൂടി തന്നെയാണ് പലരും വാർത്ത കൊടുക്കുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇയാൾ പറയുന്ന ഒരു കാര്യം, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഖുറാനിൽ പ്രതിപാദിക്കുന്ന ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിലൊന്നായ ദാബത്തുൽ അർദ്, ഇത് അറബിയായിരിക്കും, പ്രാണികളെയോ പ്രകൃതിയിലെയോ ജീവികളെ കുറിക്കുന്ന സങ്കല്പം, അതാണ് ദാബത്തുൽ അർദ് എന്ന ആശയവുമായി CJPയുടെ പ്രക്ഷോഭത്തിന് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് യുവാവ് അഭിപ്രായപ്പെട്ടു. പ്രാണി പ്രകൃതി എന്നൊക്കെ പറയുമ്പോൾ പാറ്റ എന്ന് പറഞ്ഞാൽ ഒരു പ്രാണിയാണ്. അപ്പോൾ അതാണ് ഈ ആഴത്തിലുള്ള ബന്ധമെന്ന് അദ്ദേഹം പറയുന്നത്. ഒരു തീവ്ര ഇസ്ലാം മതവിശ്വാസി എന്ന നിലയിൽ ലോകാവസാനത്തിൻ്റെ സൂചനയായാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇന്ന് പലരും തങ്ങളാണ് മഹദി അല്ലെങ്കിൽ ഈസ എന്ന് അവകാശപ്പെടാറുണ്ട്. എനിക്കും ഞാൻ തന്നെയാണ് മെഹദി എന്നും മെസ്സയ്യ എന്നും ഈസയെന്നും ഒക്കെ തോന്നാറുണ്ടെന്നും ഈ അലി അംജദ് ഖാൻ പറയുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി രാജിവെക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് വളരെ തൻ്റെയോടും നട്ടാലുള്ള പ്രധാനമന്ത്രി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി അടിച്ചമർത്തി. കാശ്മീരിലൊക്കെ ഇപ്പോൾ സമാധാനം പുലരുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ അത്രയും ശക്തനായൊരു പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ മാറ്റണമെന്ന് പറയാൻ്റെ കാര്യം പ്രസക്തി എന്താണെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് സംശയം തോന്നുന്നത്. അപ്പം ഇയാൾ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സമരം നടത്തി സമയം കളയരുത്. നമുക്ക് വേണ്ടത് മോദിയെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവരുടെയൊക്കെ മനസ്സിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെയൊക്കെ ശത്രുവാണ്. ഇവരോട് എന്ത് ചെയ്തിട്ടാണെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇതൊരു വലിയ പ്രോപ്പഗൻഡ ഈ രാജ്യത്തിനെതിരെ നടക്കുന്നു, ഈ രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ നടക്കുന്നു. ആ പ്രോപ്പഗൻഡയ്ക്കകത്ത് വന്ന് ഇതുപോലെയുള്ള വിധ്വംസക മൈൻഡുള്ള ആൾക്കാർ വന്ന് കയറുന്നു. എന്നിട്ട് അവരിത് അടിച്ചമർത്താൻ, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ തന്നെ, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അങ്ങേരമാണ് ഇത്തരം ആൾക്കാർ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ അലി അംജദ് ഖാനെ പോലെയുള്ള ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ പറയുന്ന സമാധാനപരമായി നടന്ന സമരത്തിനെതിരെ പോലീസ് ലാത്തി വീശി. ഇതാണ് സമാധാനം. എവിടാണ് സമാധാനം? ആ 113 114 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വനിതാ പോലീസുകാരെ ശാരീരികമായി അധിക്ഷേപിച്ചിട്ടുണ്ട്. അവരെ ശരീരത്ത് കൈവച്ച് അവർക്ക് ഒട്ടും ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഇവന്മാർ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചു. അതായത് ഇത് ലൈവില് നമ്മൾ കാണുന്നത്, നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ചാനലിലുള്ള ഏതോ പെൺകുട്ടിക്കിട്ട് ഇവർ ചവിട്ടി. കാരണം ഇവര് മൊത്തം ആൾക്കാരും വരുന്ന ഈ സത്യത്തിൽ മാധ്യമപ്രവർത്തകർ എന്തിനാണ് അവിടെ ചെല്ലുന്നത്? ഈ സമരം ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടി ചെല്ലുന്നതാണ്. രാഹുൽ ഗാന്ധി അവിടെ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ എല്ലാം പോലീസ് തല്ലുന്നതാണ്. തിരിച്ച് ഇവർ പോലീസിനെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ കാണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്നലെ സുപ്രീം കോടതിയിൽ ചെന്ന് ഈ പരാതിയുമായിട്ട് ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, വീഡിയോയും കൊണ്ടുവന്നപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇത് കണ്ട് നേരം കളയാൻ സമയമില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വീഡിയോ കാണാനുള്ള സമയമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഡൽഹി ഹൈക്കോർട്ടിൽ ഇവർ പോയിട്ട് അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കളയരുത്. അപ്പോൾ എന്താണ്, ഡൽഹി ഹൈക്കോർട്ട് ഇപ്പോൾ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ. അതായത് ഈ പോലീസുകാർ വന്ന് ഇവരെ വിദ്യാർത്ഥികളെ തല്ലി അതിനകത്തൊരു കുട്ടിക്ക് നല്ല വെന്റിലേറ്ററിലാണ്, അത് സത്യമാണ്. പക്ഷെ തിരിച്ചുള്ള അക്രമത്തെക്കുറിച്ച് ഒന്നും പറയുന്നു. ഏതായാലും ഇന്നോ നാളെയോ തിരുവനന്തപുരത്ത് ഈ മെഴുകിരി എത്തിക്കാൻ വേണ്ടി സാംസ്കാരിക നായകന്മാർ ഒത്തുകൂടാനുള്ള സാധ്യതയുണ്ട് കേരളത്തിന്. ഇന്നലെ കൊച്ചിയിലൊരു ഒത്തുകൂടൽ ഉണ്ടായിരുന്നു. ഇനി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എല്ലാം കാണും. കാരണം ഇവർ ഉറങ്ങിക്കിടക്കരുത്. കാരണം ഭരണം മാറി, കയ്യിരുന്ന കസേരയൊക്കെ പോയി, ഇന്നോവ ക്രിസ്റ്റ കാറും പോയി, മറ്റേ ട്രൈ കളർ ട്രാവൽ വിരിച്ചിരുന്ന കസേര പോയി. അങ്ങനെ ആകപ്പാടെ വിഷമിച്ച് നടക്കണം. കുറേ പേര് തിരിച്ച് കോൺഗ്രസ്സുകാരെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും പദവി കിട്ടുമോ നോക്കി നടക്കുന്ന കവികളും സാഹിത്യകാരന്മാരും ഉണ്ട്. അവരെല്ലാവരും കൂടെ ഇന്നിപ്പം ഇവിടെ കൂട്ടായ്മയ്ക്ക് എത്തും. എന്തായാലും ഈ സമരം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഈ സമരത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഈ സമരത്തിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ട്.
ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണ്. ഈ സമരത്തിന്റെ ജെനുവിനെസിനെ കുറിച്ച് നമുക്കിപ്പോൾ സംശയമുണ്ട്. ഇപ്പോൾ ഒരുത്തൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിപ്പം അതെ ആ രീതിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോ അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അതെനിക്കൊന്ന് മനോരമ ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇയാൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇയാളെ കണ്ടെത്തുക, സമാന പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിക്കുക. ഇയാൾക്ക് എന്താണ് ജോലി, ഇയാൾ വിദ്യാർത്ഥിയാണോ, അയാൾ വേറെ എന്തെങ്കിലും രംഗത്തുള്ള ആളാണോ? അതുപോലെ തന്നെ ഈ ഗ്യാങ്ങിൽ വേറെ ആൾക്കാരുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിട്ട് ഉണ്ട്. അതാണ് വേണ്ടത്.